കള്ളങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയതൊന്നും നിലനിൽക്കുകയില്ല. നുണകൾക്ക് ഒരിക്കലും കേവലം വിജയങ്ങൾ വരിക്കാൻ സാധിച്ചാലും നുണകൾക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനം കൈവരിക്കാൻ സാധിക്കുകയില്ല. നുണകൾ, കള്ളങ്ങൾ അത് ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു പാഠം എന്നുള്ളത്. മറ്റൊന്ന്, ലോകം മുഴുവനും ഉറക്കമൊഴിച്ച് കണ്ണുമിഴിച്ച് കാത്തിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാകുന്ന വേൾഡ് കപ്പിന് തിരശീലയായി എന്നുള്ളതാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ മതവും രാഷ്ട്രീയവും കൊണ്ടുവന്നതാരാണ്? ഏതൊരു രാജ്യത്തെ പോലെയും കളിക്കുവാനുള്ള അർഹത നേടിക്കൊണ്ട് അമേരിക്കയിലേക്ക് ചെന്നിറങ്ങിയ ഇറാനിയൻ താരങ്ങളെ, അവരെ മാന്യമായിട്ട് അവർക്ക് കളിക്കുവാനുള്ളതായ അവസരങ്ങൾ കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട് കളിക്കളത്തെ രാഷ്ട്രീയപരമാക്കി മാറ്റിയതാരാണ്? യുവേഫ തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ഒരു റഫറിയുണ്ട്, ഉമർ അബ്ദുൽ ഖാദിർ. ഉമർ അബ്ദുൽ ഖാദിർ സോമാലിയയിൽ നിന്നുള്ള റഫറിയാണ്. അദ്ദേഹം ഫിഫ തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് വിസ നിഷേധിക്കുകയും കളിക്കളത്തിലേക്ക് മതവും രാഷ്ട്രീയവും കൊണ്ടുവന്നതാരാണ്? ഉമർ അബ്ദുൽ ഖാദിറിനുള്ള വിസ നിഷേധിച്ചുകൊണ്ട് ഒരു റഫറിയെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കളികളെയും അതിലൂടെ ഒഴുകുന്നതായ കോടികളെയും അതിലൂടെ ഉണ്ടാകുന്നതായ ലോകം മുഴുവനും എത്തുന്നതായ വലിയ പ്രശസ്തിയും എല്ലാം സ്വന്തം കൈപ്പിടിയിലൊതുക്കാം, സ്വന്തം വരുതിയിലാക്കാം എന്ന് കരുതിയവർക്കുള്ള കനത്ത തിരിച്ചടി കൂടെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സഹോദരങ്ങളെ, ഇത് ഒരു സമൂഹത്തിന് ഇന്നലെ സ്പെയിൻ അവിടെ വിജയിച്ചതും അത് ജനങ്ങൾ സന്തോഷിച്ചതും എന്തുകൊണ്ടാണ് എന്നറിയുമോ? അവിടെ അവർ ഒരു നിലപാടെടുത്തിരുന്നു. ഈ പ്രാവശ്യം ഇസ്രായേൽ ഈ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുകയാണ് എങ്കിൽ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് കളിക്കാൻ ഉണ്ടാവുകയില്ല എന്ന് നിലപാടെടുത്ത ഒരു ടീമാണ് ഇന്ന് വിജയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫറോവ, ഫിർഔനിനേക്കാൾ ക്രൂരതകൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാകുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പിഞ്ചുമക്കളെ കൊന്നുകൊണ്ട് അതിൽ ആവേശം കണ്ടെത്തുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവൻ, അവനും രാഷ്ട്രീയപരമായിട്ട് ഈ തവണ പിന്തുണച്ചത് അർജന്റീന എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെയായിരുന്നു. അവൻ പറഞ്ഞു അർജന്റീന ജയിക്കണം. കാരണം UN-ൽ ഫലസ്തീനെതിരെ ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകളാണ് ആ അർജന്റീന എന്ന് പറയുന്ന രാജ്യക്കാർ. 10 രാജ്യങ്ങൾ, അതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. മറിച്ച് 10 രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി വോട്ട് ചെയ്തു. അതിലൊന്നാണ് അർജന്റീന. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരുന്നു. അതാ അവർക്ക് ഒരുപാട് കള്ളങ്ങളിലൂടെ കളിച്ച് 1979 ഒരു ലോകം മൊത്തം അറിയപ്പെട്ട ഒരു കായിക താരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മറഡോണ എന്നാണ്. അന്നവർ വിജയിച്ചത് എങ്ങനെയാണെന്നറിയുമോ? അയാൾ കൈകൊണ്ട് ഗോളടിച്ചിട്ടാണ്. ഫുട്ബോൾ കളിയിൽ കൈകൊണ്ട് ഗോളടിച്ച് വേൾഡ് കപ്പ് നേടി, വിവാദമായി. അങ്ങനെ കള്ളങ്ങളും ചതികളും എപ്പോഴും അവരുടെ ആയുധമാക്കി മാറ്റിക്കൊണ്ട് അവസാനം ആ കള്ളം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താന്റെ കൈ എന്നല്ല അവരതിനെ കുറിച്ച് പറഞ്ഞത്, ദൈവത്തിന്റെ കൈ എന്ന് പോലും. അതായത് ലോകത്തെ മുഴുവനും അത്രയും അവർ അപകടകരമായ നുണവൽക്കരിച്ചിരിക്കുകയാണ്. അത് സാത്താന്റെ കൈയുടെ ഇടപെടൽ, സാത്താന്റെ കൈ എന്നല്ല പറഞ്ഞു, അവർ പറഞ്ഞു ദൈവീകമായ കൈ എന്ന് അവകാശപ്പെടുന്നു. അത്രയും ഒരു കളിയിൽ അതിൻ്റെ മാന്യത മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ആ കളിയിൽ ജേതാക്കളായപ്പോഴും അവർ അതിനെ ദൈവീകമായ വിജയം എന്ന് പറയുന്ന അത്രയും ഒരു വളരെ മോശപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ മൂർധാവിലേറ്റ അടിയാണ്. അതെ, ഇന്ന് അവർ എല്ലാ തരത്തിലും കപ്പുയർത്താൻ ആഗ്രഹിക്കുകയും എന്നാൽ പരാജയപ്പെടുകയും ചെയ്തു.